الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد واحد في أسمائه واحد في صفاته واحد في ذاته واحد في أفعاله ليس كمثله شيء وهو السميع البصير يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا استجيبوا لله وللرسول إذا دعاكم لما يحييكم واعلموا أن الله يحول بين المرء وقلبه وأنه إليه تحشرون اتقوا الله عباد الله أوصيكم وإياي بتقوى الله. ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബുൽ ഇസ്സത്ത് നാം ഓരോരുത്തർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാണ്. പ്രിയമുള്ളവരെ, ഹൃദയത്തിന്റെ വെളിച്ചം അഥവാ ഈമാൻ അണഞ്ഞു പോകാതെ കെട്ടുപോകാതെ സൂക്ഷിക്കാനാകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, വസ്ത്രം നുരുമ്പിപ്പോകുന്നത് പോലെ ഈമാൻ നുരുമ്പിപ്പോകുമെന്ന്. വസ്ത്രം നുരുമ്പിപ്പോകുന്നത് പോലെ ഈമാൻ നുരുമ്പിപ്പോകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി പറഞ്ഞ വാക്കെന്താണെന്നറിയോ? ഇന്നൽ ഈമാന ലയഖ്ലഖു ഫീ ജൗഫി അഹദികും കമാ യഖ്ലഖു ഥൗബ. നിങ്ങളിൽ ഒരാളുടെ ഹൃദയത്തിലെ ഈമാൻ അത് വസ്ത്രം നുരുമ്പിപ്പോകുന്നത് പോലെ ഈമാൻ നുരുമ്പിപ്പോകുമെന്നാണ്. അഥവാ വസ്ത്രം കാലക്രമേണ പഴകുന്നത് പോലെ ഈമാനും പഴകിപ്പോകും. ഫസ്അലുല്ലാഹ തആല അൻ യുജദ്ദിദൽ ഈമാന ഫീ ഖുലൂബികും. എന്നിട്ട് നബി പറഞ്ഞു, അതിനാൽ അല്ലാഹുവിനോട് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഈമാൻ പുതുക്കി തരാനായി നിങ്ങൾ പ്രാർത്ഥിക്കൂ എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ പ്രത്യേകം പരാമർശിക്കപ്പെട്ടൊരു പദം യഖ്ലഖുന, നുരുമ്പിപ്പോകും, പഴകിപ്പോകുമെന്നാണ്. പ്രിയമുള്ളവരെ, ഒരു മുസ്ലിമിന്റെ ഹൃദയം ക്ഷീണിക്കുകയും ദുർബലമാവുകയും ചെയ്യുന്നു. കാരണങ്ങൾ അനവധിയാണ്. ആരാധനകളിൽ, ഇബാദത്തുകളിൽ അലസത വരുമ്പോൾ ഈമാനിന് ദൗർബല്യം സംഭവിക്കാം. പാപങ്ങൾ നിരന്തരമായി ആവർത്തിക്കപ്പെടുമ്പോഴും അല്ലെങ്കിൽ പാപങ്ങളിൽ നിന്ന് പശ്ചാത്തപിക്കാതെ അങ്ങനെ തന്നെ ആ പാപങ്ങളിലായി തുടരുമ്പോഴും ഈമാനിന് ദുർബലത സംഭവിക്കുന്നു, പഴകിപ്പോകുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ. അള്ളാഹുവോടുള്ള ദുആ, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അദ്കാറുകൾ എന്നിവയിൽ നിന്ന് അകന്നു പോകുമ്പോഴും ഹൃദയത്തിന് നുരുമ്പലുണ്ടാകുന്നു എന്നാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ദുനിയാവിന്റെ തിരക്കുകളിൽ നമ്മുടെ ഹൃദയം മുഴുകിപ്പോകുമ്പോൾ ഇങ്ങനെ പല കാരണങ്ങളാൽ യഖ്ലഖൂന നമ്മുടെ ഈമാനിന് ദൗർബല്യം സംഭവിക്കും. എത്രത്തോളം എന്നറിയോ? ഒരു വസ്ത്രം ജീർണിക്കുന്നത് പോലെ. അതായത് കാലക്രമേണ പുതിയ വസ്ത്രം പഴകുന്നത് പോലെ നമ്മുടെ ഈമാൻ പഴകിപ്പോകും, നുരുമ്പിപ്പോകും, അതിന് കേടുപാടുകൾ സംഭവിക്കുന്നതാണ്. എന്താണ് പരിഹാരം? അള്ളാഹുവിന്റെ ഈ ഹദീത്ത് വിശദീകരിക്കുന്നിടത്ത്, റസൂലുള്ളാഹിയുടെ ഹദീത്തിനെ വിശദീകരിക്കുന്നിടത്ത് കാണുന്ന വാക്ക് ഫസ്അലുല്ലാഹ തആല, അള്ളാഹുവിനോട് ചോദിക്കുക. എങ്ങനെയാണ് ചോദിക്കേണ്ടത്? ബിദ്ദുആഇ വൽ അഅമാലി സ്വാലിഹ വൽ ഖിയാമി ബിൽ ഫറായിദ് വഅഅമാലി തതവ്വുഇ അല്ലതി തഅമുറുൽ ഖൽബ ബിൽ ഈമാൻ. പ്രാർത്ഥനയിലൂടെ, ദുആയിലൂടെ, അതുപോലെ സൽക്കർമ്മങ്ങളിലൂടെ, നിർബന്ധ പ്രവർത്തനങ്ങളിലൂടെ, ഹൃദയങ്ങളിൽ വിശ്വാസം നിറക്കുന്ന, ഹൃദയങ്ങളിൽ ഈമാനിനെ ഉണ്ടാക്കുന്ന സ്വമേധയ തതവ്വുആയ ഐച്ഛികമായ പ്രവർത്തനങ്ങളിലൂടെയും അള്ളാഹുവിനോട് ചോദിക്കുക. എത്രത്തോളം? വസ്സദഖാത്ത്,
والنفقة على المحتاجين والتفكر في آيات الله الشرعية والكونية وكثرة الذكر والاستغفار ولزوم مجالس الذكر والعلم. ദാനധർമ്മങ്ങളിലൂടെ ദരിദ്രർക്ക് വേണ്ടി ചെലവഴിക്കുന്നതിലൂടെ അള്ളാഹുവിന്റെ ശർഈയും കൗനിയുമായ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി ചിന്തിക്കുന്നതിലൂടെ ദിക്ർ വർദ്ധിപ്പിക്കുന്നതിലൂടെ പാപമോചനം തേടുന്നതിലൂടെ ദിക്റിന്റെയും ഇൽമിന്റെയും സദസ്സുകളിൽ ഇടയ്ക്കിടെയുള്ള ഒത്തുചേരലിലൂടെ ഫസ്അലുല്ലാഹ തആല അല്ലാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ ഖലീലായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം പ്രാർത്ഥിക്കാറുണ്ട്. ആരാണ് പ്രാർത്ഥിക്കുന്നത്? ലോകരുടെ നേതാവാണ്. എന്താണ് പ്രാർത്ഥിക്കുന്നത്? യുക്സിറു അൻ യഖൂല യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങളെ മാറ്റം വരുത്തുന്നവനെ, എന്റെ കൽബിനെ, ഈ മുഹമ്മദിന്റെ കൽബിനെ, വഹിയുള്ള മുഹമ്മദിന്റെ കൽബിനെ, റിസാലത്ത് പൂർത്തീകരിക്കാനായി അള്ളാഹു നിയോഗിച്ച അവസാനത്തെ റസൂലായ ഈ മുഹമ്മദിന്റെ കൽബിനെ നീ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണമേ എന്നാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥനയാണ്. ഒരു അഡ്രസ്സില്ലാത്ത, ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത ഞാനും നിങ്ങൾ എത്രത്തോളം പ്രാർത്ഥിക്കേണ്ടി വരും പ്രിയമുള്ളവരെ. ഫഖുൽതു, ഈ ഹദീസ് നമുക്ക് പറഞ്ഞിരുന്നത് അനസ് ബിൻ മാലിക്കാണ്. മുഹമ്മദ് നബിയുടെ സേവകനാണ്. മുഹമ്മദ് നബിയെ സേവിക്കാനായി ഉമ്മു സുലൈം കൊണ്ടുവന്നാക്കിയതാണ്. ഉമ്മു സുലൈം ആകട്ടെ മുഹമ്മദ് നബിക്കും ഉമ്മു സുലൈമിനുമിടയിൽ മുലകുടി ബന്ധമുണ്ട്. മുലകടി ബന്ധത്തിലുള്ള സഹോദരിയാണ്. അപ്പൊ ശരിക്ക് ഒരമ്മാവനെ പോലെയാണ് റസൂൽ. ഒരു ഗുരുനാഥനാണ്, റസൂലാണ്. അദ്ദേഹം പറയാണ്, യാ റസൂലല്ലാഹ് ആമന്നാ ബിക വബിമാ ജിഅത ബിഹി ഫഹൽ തഖാഫു അലൈനാ. അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ അങ്ങയിൽ വിശ്വസിച്ചിട്ടുണ്ട്, അവിടുന്ന് കൊണ്ടുവന്നതിലും ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങളെക്കുറിച്ചും അങ്ങ് ഭയപ്പെടുന്നുണ്ടോ? ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് മാറ്റമുണ്ടാകുമെന്ന് അങ്ങ് ഭയപ്പെടുന്നുണ്ടോ എന്നാണ്. നഅം. സ്വഹാബികളോട് നബി പറയാം നഅം. സ്വർഗത്തിന്റെ അഹ്ലുകാരോട് നബി പറയാം നഅം, നിങ്ങളുടെ കൽബുകൾക്കും മാറ്റമുണ്ടാകും. 100 ചില്ലാനും ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ സ്വഹാബത്തിനെ കുറിച്ച് മാത്രമാണ്. അവരോട് നബി പറയാം നഅം. അപ്പൊ നമ്മുടെ ഏതോ പ്രിയമുള്ളവരെ, ഇത് പറഞ്ഞ വാക്കെന്തറിയോ? ഇന്നൽ ഖുലൂബ. കാരണം പറയാണ്, സബബ് പറയാണ്, ഇന്നൽ ഖുലൂബ ബൈന അസ്ബുഐനി മിൻ അസാബിഇല്ലാ യുഖല്ലിബുഹാ കൈഫ യശാ. അതെ, ഹൃദയങ്ങൾ അള്ളാഹുവിന്റെ 2 വിരലുകൾക്കിടയിലാണ്. അള്ളാഹുവിന്റെ മഹത്വത്തിന് യോജിക്കുന്ന വിധം 2 വിരലുകൾ അവൻ അവയെ തിരിച്ചു മറിക്കുന്നു എന്നാണ്. ഇമാം തിർമിദി അദ്ദേഹത്തിന്റെ സുനനിൽ 2140 നമ്പറായി ഉദ്ധരിച്ച സ്വീകാര്യോഗ്യമായ ഹദീസാണ് ഈ പ്രാർത്ഥന. നബി എപ്പോഴും ഈ പ്രാർത്ഥന അങ്ങനെ അധികരിപ്പിക്കും. ഈ പ്രാർത്ഥന അധികരിപ്പിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് നമ്മുടെ ഉമ്മു സലമത റളിയല്ലാഹു അൻഹാ നമ്മളെ ഉമ്മയോട് ചോദിക്കാം. അപ്പൊ അവിടുന്ന് പറഞ്ഞു, അവിടുന്ന് ഉമ്മു സലമ നബിയോട് ചോദിക്കാണ്, എന്താ നബി അവിടുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കാരണം? യാ ഉമ്മി സലമ, ഓ ഉമ്മു സലമ, ഇന്നഹു ലൈസ ആദമിയ്യുൻ ഇല്ലാ വഖൽബുഹു ബൈന അസ്ബുഐൻ മിൻ അസാബിഇല്ലാ ഫമൻ ശാഅ അഖാമ വമൻ ശാഅ അസാഗ. ഓ ഉമ്മു സലമ, നിശ്ചയമായും അള്ളാഹുവിന്റെ 2 വിരലുകൾക്കിടയിലാണ് അവന്റെ ഹൃദയം. അതിനാൽ അവൻ ഉദ്ദേശിക്കുന്നവർ അവൻ വ്യതിചലിപ്പിക്കുകയും അവൻ ഉദ്ദേശിക്കുന്നവരെ സ്ഥിരപ്പെടുത്തുകയും അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ വ്യതിചലിപ്പിക്കുകയും ചെയ്യുന്നു എന്നല്ലാതെ ഒരു മനുഷ്യനുമില്ല. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ 5 വഖത്തിലും നമ്മളിങ്ങനെ കൈകെട്ടിട്ട് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് അല്ലാഹുവിനോട് പറയണത്. പഴക്കും തെറ്റും വഴിതെറ്റിപ്പോകും, ചാഞ്ചല്യമുണ്ടാകും, അവസാനത്തിൽ ഒരുപക്ഷെ മാറ്റങ്ങൾ വരും. പെടരുത്, പാളിപ്പോകരുത്, തെറ്റിപ്പോകരുത്. റൂഹ് തൊണ്ടക്കുഴിയിൽ നിന്ന് ഏറ്റെടുക്കുന്ന മലക്കുകൾക്ക് മുന്നിൽ ഷഹാദത്ത് കലിമ ചൊല്ലാനാകണം. പിഴച്ചു പോകരുത്, മാറ്റം ഉണ്ടാകുന്നതാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു തആല അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ സമാനമായ ഒരു പ്രാർത്ഥന കാണാം. അല്ലാഹുമ്മ മുസർരിഫൽ ഖുലൂബ് സർരിഫ് ഖുലൂബനാ അലാ തഅതിക്. ഹൃദയങ്ങളെ കൈകാര്യം ചെയ്യുന്നവനെ അല്ലാഹുവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നിന്നെ അനുസരിക്കുന്നതിലേക്ക് നീ തിരിച്ചുവിടണമേ. ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ 2655 നമ്പർ ഹദീസ്.
ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ 6628 ഹദീസിൽ കാണാം, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് ഖാല കാനത് യമീനു നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ വ മുഖല്ലിബിൽ ഖുലൂബ്. അല്ലാഹുവിന്റെ റസൂൽ സത്യം ചെയ്ത് പറയും. നബി സത്യം ചെയ്യാറുണ്ട്. വല്ലാഹി തല്ലാഹി ബില്ലാഹി എന്നൊക്കെയാണ് പറയുന്നത്. ചിലപ്പോൾ പറയും വല്ലദി നഫ്സു മുഹമ്മദിൻ ബിയദി. അങ്ങനെ 4 കാണാം. 5ാമത് കാണുന്ന എന്തറിയോ, ലാ വ മുഖല്ലിബിൽ ഖുലൂബ് എന്നാണ്. സത്യം ചെയ്യണ നബി ഇല്ല, ഹൃദയങ്ങളെ തിരിച്ചു മറിക്കുന്നവൻ തന്നെയാണ് എന്ന് നബി സത്യം ചെയ്യാൻ വേണ്ടി പകരമായി ഉപയോഗിക്കുന്ന പദമാണ് ഹൃദയങ്ങളെ തിരിച്ചു മറിക്കുന്നവൻ. അല്ലാഹുൽ മുസ്തആൻ. അതിനാൽ നാം അല്ലാഹുവോട് തേടിക്കൊണ്ടേയിരിക്കണം. അല്ലാമത്തുൽ അൽബാനി അവിടുത്തെ സിൽസിലത്തു സ്വഹീഹയിൽ 1585 നമ്പറായി കൊടുത്ത ഹദീസ് സ്വീകാര്യോഗ്യമാണ്. ആ ഹദീസിൽ ഒരു പ്രാർത്ഥനയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ പ്രാർത്ഥന. എന്താ പ്രാർത്ഥന അറിയോ? നമ്മൾ പഠിച്ചു വെക്കേണ്ട പ്രാർത്ഥന. ഏതൊരു കുട്ടിക്കും ഒരൊറ്റ കേൾവിയിൽ മനസ്സിലാക്കാൻ പ്രാപ്തമാക്കുന്ന, ഹിഫ്ളാക്കാൻ പറ്റുന്ന പ്രാർത്ഥന. അല്ലാഹുമ്മ ജദ്ദിദിൽ ഈമാന ഫീ ഖൽബി, അല്ലാഹുമ്മ ജദ്ദിദിൽ ഈമാന ഫീ ഖൽബി. അല്ലാഹുവേ, എന്റെ ഹൃദയത്തിൽ ഈമാനിനെ നീ പുതുക്കി തരണമേ. തജ്ദീദ് നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന. അതായത് ശറഹിൽ കാണാം, എന്റെ ഹൃദയത്തിലെ സത്യവിശ്വാസമായ ഈമാനിനെ നീ കേടുപാടുകൾ തീർത്ത് പുനഃസ്ഥാപിക്കണമേ. കാരണം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസമാണ് ഈമാൻ യസീദു വയൻഖുസു, കൂടുകയും ചെയ്യും കുറയുകയും ചെയ്യും. കൂടുകയും കുറയുകയും ചെയ്യും ഈമാൻ. അതിൽ ദുർബലതകൾ വരാതെ, അഴുക്ക് പുലരാതെ, കലരാതെ, ഒരിക്കലും അത്തരം യാതൊരു അസംബന്ധങ്ങളിലേക്കും പോകാതെ അതിനെ നീ നിലനിർത്തി തരണമേ എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, ഹലുമ്മു നസ്ദദ് ഈമാനൻ. വരൂ, അദ്ദേഹം സ്വഹാബത്തിനെ വിളിക്കാണ്, മറ്റുള്ളവരെ വിളിക്കാണ്. ഹലുമ്മു നസ്ദദ് ഈമാനൻ, വരൂ നമുക്ക് കുറച്ചു സമയം ഈമാൻ പുതുക്കാം. ഈ വാക്ക് പോലും കേരളക്കരയിലെ ആളുകൾക്ക് ചിലപ്പോൾ പരിചയം ഉണ്ടാവില്ല. കാരണം ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ധാരണയില്ല. 10 മിനിറ്റ് കിട്ടിയാൽ നമ്മൾ സംസാരിക്കുന്നത് ഈമാനിനെ കുറിച്ചല്ല, ദുനിയാവിനെ കുറിച്ചാണ്. എന്നിട്ടും സ്ട്രെസ് മാറുണ്ടോ? ഇല്ല. എന്തെങ്കിലും മെച്ചണ്ടോ? ഒന്നുമില്ല. ആ ചർച്ച മാത്രം ബാക്കി. ഹലുമ്മു നസ്ദദ് ഈമാനൻ, വരൂ പ്രിയമുള്ളവരെ, നമുക്ക് കുറച്ചു സമയം ഈമാൻ പുതുക്കാം. അതായത് നജ്ലിസ് നദ്കുരില്ലാഹ ഫയസ്ദാദ ഈമാനുനാ. എന്താ അതിന്റെ മഅന? അവരൊരുമിച്ചിരുന്ന് ഖുർആൻ ഓതുകയും അള്ളാഹുവിനെ ഓർക്കുകയും ചെയ്യുമായിരുന്നു എന്നാണ്. ഒരുമിച്ചിരിക്കുക, റബ്ബിന് ദിക്ർ ചൊല്ലുക, വിശുദ്ധ ഖുർആൻ ഓതുക, അള്ളാഹുവിന്റെ ധാരണയെ, അള്ളാഹുവിന്റെ മാരിഫത്തിനെ കുറിച്ച് കൃത്യമായ അള്ളാഹുവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ പരസ്പരം ഉണ്ടാക്കി കൊടുക്കുക. ഖാല ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ്, മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വാക്ക് വളരെ പ്രസിദ്ധമാണ്. ഫിൽ ഖൽബി ഫാഖത്തുൻ ലാ യസുദ്ദുഹാ ഇല്ലാ മഹബ്ബത്തുല്ലാഹി വൽ ഇനാബത്തു ഇലൈഹി വദിക്റുഹു. അള്ളാഹുവോടുള്ള സ്നേഹത്തിലൂടെയും പശ്ചാത്തപിച്ച് ഖേദിച്ച് അവനിലേക്ക് തിരിയുന്നതിലൂടെയും അവനിലേക്ക് മടങ്ങുന്നതിലൂടെയും അവനെ ഓർക്കുന്നതിലൂടെയും മാത്രമേ നിറവേറ്റാൻ കഴിയൂ എന്നൊരാവശ്യം ഹൃദയത്തിനുണ്ടെന്നാണ്. അതൊരു വല്ലാത്ത വാക്കാണ്. ഒന്നും കൂടി മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാൽ, ഹൃദയം ജീവിക്കുന്നത് തന്നെ ഈമാനിനാലാണ്. അല്ലാഹു അക്ബർ. ഹൃദയത്തിന് ജീവൻ ഉണ്ടാകുന്നത് ഈമാനുള്ളപ്പോഴാണ്. വല്ലാത്തൊരു വാക്കാണത്. ഈമാൻ ദുർബലമായാൽ ഹൃദയം രോഗബാധിതമാകും. ഈമാൻ ദുർബലമായാൽ ഹൃദയം രോഗബാധിതമാകും. അതാണ് നബി പറഞ്ഞത്, മനുഷ്യരുടെ കൽബിനെ, ചന്ദ്രനെ മേഘം മൂടുന്നത് പോലെ, മറക്കുന്നത് പോലെ മൂടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലാത്തൊരു വാക്കാണ്. എന്തോര ഹൃദ്യമായ വാക്കാണെന്നറിയാം. നബി പറയാണ്, മാ മിനൽ ഖുലൂബി ഖൽബുൻ ഇല്ലാ വലഹു സഹാബത്തുൻ കസഹാബത്തിൽ ഖമർ. ചന്ദ്രൻ എന്നിട്ട് പറഞ്ഞു, ബൈനൽ ഖമറു യുദീഉ ഇദാ അലതുഹു സഹാബത്തുൻ ഫഅദ്ലമ ഇദാ തജല്ലത് അദാഅ.
ചന്ദ്രൻ, ഖമർ, അത് പ്രകാശം നൽകിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ മേഘം വന്നുമൂടി ആ ചന്ദ്രൻ ഇരുട്ടിലാകുന്നതുപോലെ ഈമാൻ നഷ്ടമാകുന്ന മേഘം മൂടാത്ത ഒരു ഖൽബുമില്ല എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ചന്ദ്രനെ മേഘം മൂടുമെന്നാണ്. അതുപോലെ തിന്മകൾ, അശ്രദ്ധ, ദുനിയാവിന്റെ തിരക്കുകൾ, മനുഷ്യരെ ബാധിക്കുന്ന ദുഃഖങ്ങൾ, ഇതൊക്കെ മേഘങ്ങളെപ്പോലെ ഹൃദയത്തെ മൂടുമെന്നാണ്. മേഘം മാറുമ്പോൾ ചന്ദ്രൻ വീണ്ടും പ്രകാശിക്കുന്നത് പോലെ തൗബയിലൂടെ, ഇസ്തിഗ്ഫാറിലൂടെ, സൽക്കർമ്മങ്ങളിലൂടെ, ദുആയിലൂടെ, ദിക്റിലൂടെ, വിശുദ്ധ ഖുർആനിന്റെ പഠനത്തിലൂടെ, പാരായണത്തിലൂടെ, തദബ്ബറിലൂടെ, നല്ല പ്രവർത്തികളിലൂടെ ഹൃദയത്തിലെ മേഘങ്ങൾ നീങ്ങുകയും ഈമാൻ വീണ്ടും തെളിയുകയും ചെയ്യുന്ന ഒറ്റ വാക്ക് പറഞ്ഞാലേ ഒരു രക്ഷയില്ല. ഈമാനും അമലു സ്വാലിഹാത്തല്ലാതെ ദുനിയാവിൽ രക്ഷപ്പെടാനും വേറൊന്നുമില്ല, ആഖിറത്തിൽ രക്ഷപ്പെടാനും വേറൊന്നുമില്ല. വേറൊന്നും പരിഹാരമായി നമ്മൾ കരുതേണ്ടതില്ല. ഇത് മാത്രമേ പരിഹാരമുള്ളൂ. മനുഷ്യരനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം അതാണ് ഈമാനും അമലു സ്വാലിഹാത്ത്. പ്രിയമുള്ളവരെ, കാരണം അള്ളാഹുവിന്റെ നോട്ടം നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ഖൽബിലേക്കാണ്. നമുക്കൊക്കെ പലപ്പോഴും അറിയണ ഒരു ഹദീസിന്റെ വളരെ പ്രസിദ്ധമായത്, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. മറ്റു റിപ്പോർട്ടിൽ ഖുലൂബിക്കും വഅഅമാലിക്കും എന്ന് കൂടി കാണും. അല്ലാഹു തആല നിങ്ങളുടെ ശരീരത്തിലേക്കോ രൂപത്തിലേക്കോ അല്ല നോക്കുന്നത്, പിന്നെയോ നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ്. ചില റിപ്പോർട്ടിൽ ഹൃദയത്തിലേക്കും നിങ്ങളുടെ അമലിലേക്കും. അതുകൊണ്ട് ഖൽബ് നന്നാകണം, അമലും നന്നാകണം. ചിലർ പറയും ഖൽബ് മാത്രം നന്നായി മതി. ഇല്ല, അമല് കൂടി നന്നാകണം, അല്ലാതെ ഖൽബ് നന്നാവില്ല. വിശ്വാസവും അമലും നന്നാകുമ്പോഴേ ഖൽബ് നന്നാകുള്ളൂ. തൗഹീദില്ലാത്തവൻ എത്ര നല്ല അമല് ചെയ്താലും അവന്റെ ഖൽബ് നന്നാകില്ല. കാരണം തൗഹീദ് ഖൽബിനെ ശുദ്ധീകരിക്കുന്നതിൽ ഒന്നാമത്തേതാണ്. അഹ്ലുസുന്നയുടെ പ്രസിദ്ധരായ ഇമാമിങ്ങൾ വിശദീകരിക്കുന്ന പല ഗ്രന്ഥങ്ങൾ വായിച്ചാൽ ശരിക്കും നമ്മളൊക്കെ എവിടെ നിൽക്കണമെന്ന് ആലോചിച്ചാൽ പേടിപ്പോവും. അതുകൊണ്ട് നമ്മുടെ ഹൃദയം ഇൻഷാ അല്ലാഹ് അള്ളാഹുവിനെ തൃപ്തിപ്പെടുന്ന കാര്യങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. അഥവാ അള്ളാഹു തൃപ്തിപ്പെടുന്ന കാര്യങ്ങളിൽ മാത്രം ഏർപ്പെടുക, അള്ളാഹു തൃപ്തിപ്പെടാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. എന്താ തെളിവ്? ഞാൻ തുടക്കത്തിൽ ഓതിവെച്ച വിശുദ്ധ ഖുർആനിലെ 8-ാം അധ്യായം സൂറത്ത് അൻഫാലിലെ 24-ാമത്തെ ആയത്തിന്റെ അവസാന ഭാഗം. എന്തായത്? വഅലമൂ അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബി. മനുഷ്യനും അവന്റെ ഖൽബിനുമിടയിൽ അല്ലാഹു മറയിടുന്നതാണ്. ഈ ആയത്തിനെ വിശദീകരിക്കുന്ന അല്ലാമ സഅദി റഹ്മത്തുള്ളാഹി അലൈഹി സുബ്ഹാനല്ലാഹ് വല്ലാത്തൊരു വിശദീകരണം നൽകുന്നത് അദ്ദേഹം പറയാണ്, ഫഇയ്യാകും അൻ തറുദ്ദു അംറല്ലാഹി അവ്വല മാ യഅതീകും ഫയുഹാലു ബൈനകും വബൈനഹു ഇദാ അറദ്തുമൂഹു ബഅദ ദാലിക വതഖ്തലിഫു ഖുലൂബുകും. നിങ്ങൾ അല്ലാഹുവിന്റെ ഒരു കൽപ്പന ആദ്യമായി കേൾക്കുന്ന അവസരത്തിൽ അത് തള്ളിക്കളയുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണം, അത് സ്വീകരിക്കണം, തള്ളിക്കളയരുത്. ആയത്ത് കേട്ടാൽ, ഹദീസ് കേട്ടാൽ, വഹിയാണെങ്കിൽ, അത് കൽപ്പനയാണെങ്കിൽ, വാജിബായ കാര്യമാണെങ്കിൽ ഉടനെ അത് സ്വീകരിക്കണം. ഒരിക്കലും തള്ളരുത്. സാഹചര്യത്തിന് പറ്റൂല, കുടുംബത്തിന് പറ്റൂല, സംസ്കാരത്തിന് യോജിക്കൂല, അല്ലെങ്കിൽ നാട്ടിൽ പറ്റൂല എന്നതൊന്നും കാരണമാകരുത്. ഉടനെ അത് സ്വീകരിക്കണം. ഇനി അങ്ങനെ നിങ്ങൾ തള്ളിക്കളഞ്ഞാലോ, അള്ളാഹു തൗഹീദ് കൊണ്ട് കൽപ്പിച്ചു, അള്ളാഹു കുടുംബജീവിതം കൊണ്ട് കൽപ്പിച്ചു, അള്ളാഹു നിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും സക്കാത്ത് കൊണ്ടും ഹജ്ജ് കൊണ്ട് കൽപ്പിച്ചു, ഒരുപാട് കാര്യങ്ങളെ കൊണ്ട് അള്ളാഹു കൽപ്പിച്ചു. ആ കൽപ്പനയെ നിങ്ങൾ തള്ളിക്കളഞ്ഞാൽ, ഇമാം സഅദി പറയാണ്, പിന്നീട് ആ കൽപ്പന അനുസരിക്കാൻ നിങ്ങൾ ഉദ്ദേശിച്ചാൽ പോലും നിങ്ങൾക്കതിന് സാധിക്കാനാകാത്ത വിധം നിങ്ങൾക്കും നിങ്ങളുടെ പ്രവർത്തികൾക്കുമിടയിൽ മറയിടപ്പെട്ടേക്കും. അങ്ങനെ നിങ്ങളുടെ മനസ്സുകൾക്ക് മാറ്റം വരുന്ന, പിന്നെ ഒരിക്കലും നിങ്ങൾ വിചാരിച്ചാൽ പോലും ആ നന്മ ചെയ്യാൻ പറ്റൂല. ശരിയല്ലേ ചിലപ്പൊക്കെ നിങ്ങൾ ആലോചിക്കും, ചില കർമ്മങ്ങളൊക്കെ നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാ, ചില കർമ്മങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് പാകപ്പെടാത്തതുകൊണ്ടാ. ആദ്യം അത് നമ്മൾ തള്ളി. അവിടെ അവാമിറുകളെയും കൽപ്പനകളെയും നവാഹി വിരോധങ്ങളെയൊക്കെ അങ്ങനെ തന്നെയാണ്. അത് നമ്മൾ തള്ളിക്കളഞ്ഞു, സ്വീകരിച്ചില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫഇന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബി. അല്ലാഹു മനുഷ്യനും അവന്റെ മനസ്സിനുമിടയിൽ മറയിടും. യുഖല്ലിബുൽ ഖുലൂബ ഹൈസു ശാഅ
വയസ്രിഫുഹാ അന്നാശാഅ, അവൻ മനസ്സുകളെ, അള്ളാഹു മനുഷ്യന്റെ മനസ്സുകളെ അള്ളാഹ് ഉദ്ദേശിക്കുന്ന രൂപത്തിൽ മാറ്റിമറിക്കുകയും തിരിച്ചുവിടുകയും ചെയ്യുന്നു. അതുകൊണ്ട് അള്ളാഹ് കീഴൊതുങ്ങുന്നവരായി, റബ്ബിന്റെ കൽപ്പന കേൾക്കുന്ന മാത്രയിൽ അതങ്ങനെ തന്നെ പിൻപറ്റിയവരായി മാറിയില്ലെങ്കിൽ പിന്നീട് വിചാരിച്ചാൽ പോലും നടക്കൂല, ഖൽബുകൾക്ക് മാറ്റം വരുന്ന. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈമാൻ നിലനിർത്തിക്കൊണ്ടേയിരിക്കണം, അഥവാ പുതുക്കിക്കൊണ്ടേയിരിക്കണം. അതിനുള്ള മാർഗം എന്താണ്? ഒരുപാട് മാർഗങ്ങൾ അഹ്ലുസുന്ന പഠിപ്പിക്കുന്നു. ഒരു ഖുതുബയുടെ പരിമിതമായ സമയത്ത് നമുക്ക് എല്ലാം വിശദീകരിക്കാൻ പറ്റില്ല, സൂചനകൾ മാത്രം. അതിലൊന്നാമത്തെ കാര്യം, ഹൃദയത്തിന്റെ വെളിച്ചം, ഈമാൻ, അത് അണയാതിരിക്കാൻ, അത് കൂടുതൽ ജ്വാലയുള്ളതാകാൻ. നൂറുൻ അലാ നൂർ എന്ന് അല്ലാഹു സൂറത്തുൻ നൂറിലൂടെ പറഞ്ഞതുപോലെ പ്രകാശത്തിന് മേൽ പ്രകാശമാകാൻ നമ്മൾ ആദ്യം അറിയേണ്ടത് അല്ലാഹുവിനെയാണ്. മഅരിഫത്തുല്ലാഹി ജല്ല വഅലാ. നമ്മുടെ ഈമാൻ നിലനിർത്താൻ, ഈമാൻ നഷ്ടപ്പെടാതിരിക്കാൻ, ഈമാൻ അണഞ്ഞു പോകാതിരിക്കാൻ ഏറ്റവും പ്രധാനം അള്ളാഹുവിനെ മനസ്സിലാക്കാനുള്ളതാണ്. മഅരിഫത്തുല്ലാഹ്. എനിക്ക് കുറെ വിശദീകരണം പറയാൻ നേരില്ലാത്തതുകൊണ്ട് ഒരായത്ത് മാത്രം ഉദാഹരണമായി പറയാം. 39-ാം അധ്യായം സൂറത്തു സുമർ 67-ാമത്തെ ആയത്ത്. അല്ലാഹ് പറഞ്ഞ വാക്കെന്തറിയോ? وما قدر الله حق قدره والأرض جميعا قبضته يوم القيامة والسماوات مطويات بيمينه سبحانه وتعالى عما يشركون. ആദ്യം അല്ലാഹ് പറഞ്ഞ വാക്ക് അള്ളാഹുവെ കണക്കാക്കേണ്ട നിലയിൽ അവർ കണക്കാക്കിയിട്ടില്ല. ഇതാണ് എല്ലാ പ്രശ്നങ്ങളുടെ അടിസ്ഥാനം. എല്ലാ പ്രശ്നങ്ങളുടെ അടിസ്ഥാനം അതാണ്. അള്ളാഹുവിനെ കണക്കാക്കേണ്ട രീതിയിൽ അവർ കണക്കാക്കിയിട്ടില്ല. എന്നിട്ട് റബ്ബ് പറയാണ്, ഒരു വല്ലാത്ത മുന്നറിയിപ്പ്. ഖിയാമത്തിന്റെ നാളിൽ ഭൂമി മുഴുവൻ അവന്റെ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്നതായിരിക്കും. ആകാശങ്ങൾ അവന്റെ വലതുകൈയിൽ ചുരുട്ടിപ്പിടിക്കുന്നവയുമായിരിക്കും. അവൻ എത്ര പരിശുദ്ധൻ, അവർ പങ്കുചേർക്കുന്നതിൽ നിന്നെല്ലാം അള്ളാഹു അവൻ അതീതനായിരിക്കുന്നു എന്നാണ്. ഇവിടെ നമ്മൾ ആദ്യം പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ഈമാനിന് തെളിച്ചമുണ്ടാക്കുന്നതും റബ്ബിനെ അറിയുക എന്നാണ്. എങ്ങനെ റബ്ബിനെ അറിയുക? അവന്റെ നാമങ്ങളിലൂടെ, വിശേഷണങ്ങളിലൂടെ, അഥവാ അസ്മാഇ വസിഫാത്തും അതുപോലെ അവന്റെ ദാത്തും സിഫാത്തുകളും അഫ്ആലിലൂടെയുമാണ് നമ്മൾ ശരിക്കും അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് രണ്ടാമത്തെ, അള്ളാഹുവിന്റെ നാമങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ഇഹ്സാ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഈമാനിനെ പുതുക്കാനാകുന്ന. ഞാൻ പറഞ്ഞല്ലോ തോന്നും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ലില്ലാഹി 99 ഇസ്മ 100 ഇല്ലാ വാഹിദ മൻ അഹ്സാഹാ ദഖലൽ ജന്ന. അല്ലാഹുവിന് തീർച്ചയായിട്ടും അല്ലാഹ്ക്ക് 99 നാമങ്ങളുണ്ട്. ഇത് മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേക വിഷയമാണ്. ചില ആളുകൾ മനസ്സിലാക്കി അള്ളാഹ്ക്ക് 99 നാമങ്ങൾ മാത്രമേ ഉള്ളൂ എന്നല്ല. മറ്റു ചില ഹദീത്തുകൾ കാണാം അള്ളാഹുവിന്റെ നാമങ്ങളുടെ എണ്ണത്തെക്കുറിച്ച് അത് വിശാലമായി പറയുന്നത്. എത്രയാണ് അള്ളാന്റെ നാമം എന്നുള്ളത് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലഹു സമ്മൈത ബിഹി നഫ്സക എന്ന് പറഞ്ഞ മറ്റൊരു പ്രാർത്ഥന കാണാം. അവിടെ കാണാം നിനക്കുള്ള നിന്റെ നാമങ്ങൾ. അത് എത്ര അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. പക്ഷെ അതിൽ പ്രത്യേക അള്ളാഹ് എണ്ണി പറഞ്ഞത് 99 നാമങ്ങളാണ്. അല്ലെങ്കിൽ നബി പഠിപ്പിച്ച് 100-ൽ നിന്ന് 1 കുറവ്. എന്നിട്ട് പറഞ്ഞ പോയിന്റ് എന്താ വെച്ചാല്, ആരെങ്കിലും അവയെ, ഈ നാമങ്ങളെ ഇഹ്സാ ചെയ്താൽ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ക്ലിപ്തപ്പെടുത്തിയാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. ഇമാം ബുഖാരി 2736-ാമത്തെ നമ്പറായി ഉദ്ധരിച്ച ഹദീസാണ്. ഇവിടെ അള്ളാഹുവിന്റെ നാമങ്ങൾ ഇഹ്സാ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഈമാൻ പ്രകാശമാകണമെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് അറിയണം. അള്ളാഹിനെ കുറിച്ച് അറിയണത് അള്ളാഹിന്റെ നാമങ്ങളിലൂടെയാണ്. അങ്ങനെ ഇഹ്സാ ചെയ്യാന്ന് പറഞ്ഞെന്താണ്? മഹാനായ ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഫീ മഅനൽ ഇഹ്സാഇ അന്നഹു 3 മറാത്തിബ്. അള്ളാഹുവിന്റെ നാമങ്ങളെ ഇഹ്സാ ചെയ്യൽ ചില മർത്തബകളിലായിട്ടാണ്. അത് ഏതൊക്കെയാണ്? ഇഹ്സാഉ അൽഫാദിഹ വഅദ്ദുഹാ. ഒന്ന്, അള്ളാന്റെ നാമങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്തുകയും പഠിച്ച് മനഃപ്പാടമാക്കുകയും ചെയ്യണം. 99 നാമവും ഒന്നിടവിടാതെ നമുക്ക് ഹിഫ്ള് ഉണ്ടാകണം. അത് നമ്മൾ പഠിക്കും വേണം, എണ്ണിത്തിട്ടപ്പെടുത്തും വേണം. രണ്ടാമത്തത് ഫഹ്മു മആനിഹാ വമദ്ലൂലിഹാ. ആ 99 നാമങ്ങളുടെയും പറയപ്പെട്ടിടത്തോളം 99 നാമങ്ങളുടെയും അർത്ഥവും ആശയവും അതിന്റെ തേട്ടവും നമ്മൾ അറിയണമെന്നാണ്.
മൂന്നാമതായി ശൈഖുൽ ഇസ്ലാം പറയാണ് ദുആഉല്ലാഹി സുബ്ഹാനഹു വ തആല ബിഹാ വത്തഅബ്ബുദു ബിമുഖ്തളാഹാ. ആ നാമങ്ങൾ പഠിച്ചാൽ മാത്രം പോരാ, അതുകൊണ്ട് ദുആ ചെയ്യുക. അല്ലാഹുമ്മ യാ അല്ലാഹ്, അല്ലാഹുമ്മ യാ റഹ്മാൻ, അല്ലാഹുമ്മ യാ ഗഫൂർ, അല്ലാഹുമ്മ യാ വദൂദ്, അല്ലാഹുമ്മ യാ ജബ്ബാർ. ഞാൻ ഒന്നും വിചാരിക്കരുത് പറയുമ്പോ, നമ്മുടെ ചില ആൾക്കാർ എന്നെ കാണാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോ പടച്ച തമ്പുരാനേ എന്നൊക്കെ വിളിക്കണം. ശരിക്കും അള്ളാഹുവിന്റെ നാമങ്ങളിൽ എവിടെ അള്ളാഹ്ക്ക് തമ്പുരാൻ എന്നൊരു പേരുന്നില്ല. നമ്മുടെ നാട്ടിൽ ഇമ്രാൻ എന്ന് പറയുന്നത് വേറെ വിഭാഗത്തിലാണ് അല്ലെ. ശരിക്കും 99 നാമം മുന്നിലുണ്ടായിട്ടും അത് വെച്ചിട്ട് അള്ളാഹിനോട് ദുആ ചെയ്യുന്നതിന് പകരം എവിടുന്നോ കടന്നു വന്ന പദങ്ങൾ നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്? ഉള്ളെടുത്തുന്നാ പോരെ, പറഞ്ഞെടുത്തുന്നാ പോരെ. അഹ്ലുസുന്നത്തിന്റെ വീക്ഷണത്തല്ലേ. അതുപോലെ ചില ആൾക്കാർ കാണാ കോജരാജാവായ തമ്പുരാനെന്ന്. എന്ത് ഈ കോജ? പണ്ടേതോ കഥയിലൊരു കോജ ഉണ്ട്. ആ കോജയാണോ? പ്രിയമുള്ളവരെ, അള്ളാഹ്ക്ക് പേര് അള്ള പറഞ്ഞു തന്നിട്ടുണ്ട്, അള്ളാന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ നിൽക്കണം നമ്മള്. സ്വഹാബികൾ അവിടെ നിന്നു, താബികൾ അവിടെ നിന്നു, തബൂ താബികൾ അവിടെ നിന്നു. അല്ലാത്തത് ലഹദാണ്, അല്ലാത്തത് ലഹദാണ്, ചെരിച്ചു വെട്ടലാണ്, അതിൽ നിന്ന് മാറിപ്പോകലാണ്. വലിയ ചർച്ചയാണ് അത് അഹ്ലുസുന്നത്തിൽ ലോകത്ത്. അതുകൊണ്ട് നമ്മൾ ഇനി പ്രാർത്ഥിക്കുമ്പോഴും തേടുമ്പോഴൊക്കെ അള്ളാഹ്ക്ക് അള്ളാഹുവും അവന്റെ റസൂലും പഠിപ്പിച്ച നാമങ്ങളെ മുൻനിർത്തി മാത്രം പ്രാർത്ഥിക്കുക. അതാണ് ഇവിടെ പറഞ്ഞത്. ആ നാമങ്ങൾ കൊണ്ട് ദുആ ചെയ്യാന്ന് മാത്രമല്ല, അതുകൊണ്ട് സൂചിപ്പിക്കുന്ന അതിന്റെ അർത്ഥങ്ങൾക്കനുസരിച്ച് ഇബാദത്തുകൾ നിർവഹിക്കുകയും ചെയ്യുക. ഇങ്ങനെയാണ് ഇഹ്സാ ചെയ്യാന്ന് പറഞ്ഞത്. ഈ ഇഹ്സായിലൂടെയാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈമാൻ അതിന്റെ തജ്ദീദ് ഉണ്ടാവുക, അത് പുതുക്കപ്പെടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കതീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. اللهم صل وسلم على نبينا محمد. اتقوا الله عباد الله. اوصيكم واياي بتقوى الله. ബഹുമാന്യരായ വിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, അതുപോലെ ഈമാൻ പുതുക്കാനുള്ള മാർഗമാണ് എപ്പോഴും നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക. നമ്മുടെ ആളുകൾക്ക് പൊതുവേ പരിചയമില്ലാത്ത ചില ശൈലിയാണ്. നമുക്കറിയണ കലിമത്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. പൊതുവെ അറബികളൊക്കെ അങ്ങനെയാണ്. എപ്പോഴും അങ്ങാടിയില്, പാർക്കില്, ബീച്ചില്, ഷോപ്പിംഗ് മാളില്, എവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, അവരിങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയും. ഞാനും ആദ്യം ആലോചിച്ച് എന്തിനപ്പോ ഇവരിങ്ങനെ പരസ്യമായിട്ട് പറയുന്നത്. ശരിക്കും അള്ളാഹുവിന്റെ ഹദീസ് അങ്ങനെ, റസൂലുള്ളാഹിന്റെ ഹദീസ് അങ്ങനെയാണ്. എന്താണ്? ജദ്ദിദു ഈമാനക്കും. നബി പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഈമാനിനെ പുതുക്കണം. ഖീല, ചോദിക്കപ്പെട്ടു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, വകൈഫ നുജദ്ദിദു ഈമാനനാ, ഞങ്ങൾ എങ്ങനെയാണ് ഞങ്ങളുടെ ഈമാനിനെ പുതുക്കേണ്ടത്? മുഹമ്മദ് നബി പറഞ്ഞു കൊടുക്കാണ്, അക്സിറൂ മിൻ ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ ധാരാളമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഐ ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്. അതിങ്ങനെ ഇബാദത്തിന്റെ കലിമയാണ്, തൗഹീദിന്റെ കലിമയാണ്, വഹ്ദാനിയത്തിന്റെ കലിമയാണ്, ഇസ്ലാമിക ലോകത്തിന്റെ അടിസ്ഥാനമാണ്. എത്രത്തോളം ഈ ലോകത്തേക്ക് നമ്മെ പടക്കപ്പെടാൻ കാരണമായ അടിസ്ഥാന വാക്കാണത്. ഈ ലോകത്തേക്ക് സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം അതാണ്. ഈ ലോകത്ത് വന്ന നബിമാര് മുഴുവനും പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനം അതാണ്. ജീവിതത്തിന്റെ അടിസ്ഥാനം അതാണ്. വിശുദ്ധ ഖുർആനിന്റെ ഒരറ്റം മുതൽ ഒരറ്റം വരെ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട വിഷയം ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ലോകത്ത് സർവ്വ പീഡനങ്ങൾക്കും നബിമാർക്ക് കാരണമായത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. എന്തിന്? നമ്മൾ മരിക്കുമ്പോൾ പറയേണ്ട അവസാനത്തെ വാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. നാളെ ഖബറിൽ എന്നോടും നിങ്ങളോടും ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യവും മൻ റബ്ബുക, തൗഹീദാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മറ്റൊരു ഫളലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഈമാനിനെ പുതുക്കാനുള്ള വാക്കാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് മാത്രം പെട്ടെന്ന് പറഞ്ഞു പോടും. പ്രത്യേകത പഠിപ്പിക്കപ്പെട്ട സൂറത്തുകൾ വിശുദ്ധ ഖുർആനിലെമ്പാടുണ്ട്. സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ബഖറ, സൂറത്തു ആലു ഇംറാൻ, സൂറത്തു മുൽക്ക്, അങ്ങനെ തുടങ്ങി സൂറത്തുൽ ഇഖ്ലാസ്, അലി മുഅവ്വിദത്തൈൻ, സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും. അതുപോലെ പ്രത്യേകം പരാമർശിക്കപ്പെട്ട പഠിപ്പിക്കപ്പെട്ട ആയത്തുകൾ, വിശേഷ സൂറത്തു ആയത്തുൽ കുർസി, അതുപോലെ ആമന റസൂൽ, ഇങ്ങനെ തുടങ്ങി സൂറത്ത് മുൽക്ക് പോലെ ധാരാളക്കണക്കിന് സൂറത്തുകളും പ്രത്യേകം പഠിപ്പിക്കപ്പെട്ട ആയത്തുകളും അതാത് സമയത്ത് ചൊല്ലേണ്ടുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം. അമലുകൾ കൊണ്ട് ജീവിതത്തെ സമ്പന്നമാക്കുക. ഒക്കെ മരിച്ചു പോകുമ്പോ റബ്ബിന്റെ മുന്നിലേക്ക് കൊണ്ടുപോകാൻ എന്തെങ്കിലും ഒന്ന് സ്വകാര്യമായിട്ട് വേണം, നമുക്കെന്ന് പറയാൻ ഒന്ന് വേണം. എത്ര കാലായി
ശരിക്കൊന്ന് മനസ്സറിഞ്ഞിട്ട് ഒരു ദിവസം ഒരു 10 ആയത്തെങ്കിലും മിനിമം ഓതണം എന്നാ മുഹമ്മദ് പറഞ്ഞത്. മിനിമം 10 ആയത്ത്. നമ്മൾ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ഒരു 10 ആയത്ത് മനസ്സറിഞ്ഞിട്ട് ഓതിയിട്ട് എത്ര കാലം ഉണ്ടാവും? റമദാൻ ഒഴിച്ചു നിർത്തിയാൽ ജീവിതത്തിലേക്ക് നമുക്കെന്ന് പറയാൻ എന്താണ്? നമുക്കെന്ന് പറയാൻ. അതുകൊണ്ട് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. ഇതെല്ലാം നമ്മുടെ ഈമാനിനെ കൂടുതൽ കൂടുതൽ തെളിച്ചമുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖിനാൽ ഇത്തരത്തിൽ ധാരാളക്കണക്കിന് കാര്യങ്ങൾ അമലുകളുമായി ബന്ധപ്പെട്ട മേഖലയിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഇമാമിങ്ങൾ ഒന്നിങ്ങനെ കോർത്ത് ഒന്നിനു പുറകെ ഒന്നായി വിശദീകരിച്ചിട്ടുണ്ട്. ധാരാളക്കണക്കിന് കാര്യങ്ങൾ. അതിൽ ചിലത് മാത്രം സൂചിപ്പിച്ചു എന്നതേയുള്ളൂ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എപ്പോഴും ഈമാനിനെ പുതുക്കി ഒരിക്കലും നാശത്തിന്റെ നഷ്ടത്തിന്റെ ഒരു ലോകത്തേക്ക് കടന്നുപോകാതെ സൂക്ഷ്മതയോടെ റബ്ബിനോട് ദുആ ചെയ്ത് മുന്നോട്ട് പോകാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ഹൃദയത്തിന്റെ വെളിച്ചം ഈമാൻ അണഞ്ഞു പോകാതെ അള്ളാഹു നമുക്കത് നിരത്തി തരുമാറാവട്ടെ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി അള്ളാഹു നമ്മെ മരിപ്പിക്കുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തൗഹീദിലായി ജീവിച്ച് തൗഹീദിലായി മരിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. തൗഹീദ് പഠിക്കാനും തൗഹീദ് പ്രവർത്തിക്കാനും തൗഹീദ് അനുസരിച്ച് പ്രബോധനം ചെയ്യാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين ولذكر الله أكبر والله يعلم ما تصنعون.